ഹായ്, ഹലോ. അപ്പോൾ നമ്മൾ ഏതാണ്ട് മറ്റേ നമ്മുടെ ഈ ഡാറ്റ മോഡൽസ് അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വ്യക്തമായി എന്ന് വിശ്വസിക്കുന്നു. കാര്യങ്ങളൊക്കെ ക്ലിയർ ആയി എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമ്മൾ RDBMS ഇതിൻ്റെ ഡാറ്റ മോഡൽ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു. അപ്പം എങ്ങനെയാണ് അത് അതിൻ്റെ ബേസിക് ഈ മൂന്നെണ്ണത്തിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് പറഞ്ഞത്. അപ്പം ഇനി എന്താണ് അതിൻ്റെ ഓരോ കാര്യത്തിൻ്റെ ഒരു ഡെഫിനിഷൻ, അതാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ റിവൈസ് ചെയ്യാണ്. എന്താ പറയാ, നമ്മൾ ഈ geography, it is all about the process and pattern, and the cartography, that is the heart of geography, and GIS is the heart of cartography, or GIS is the brain, whatever it is. GIS is the language of geography, അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം. സോ ഈ GISന്റെ ക്ലാസ്സുകളാണ് ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നത്, ഞാൻ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഡാറ്റ മോഡലിന്റെ ബേസിക് ഇൻട്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ചോദിക്കാവുന്നതാണ്. ഡൗട്ട്സ് ഒക്കെ ചോദിക്കുമ്പോൾ ഞാൻ അതിന് എനിക്ക് അറിയുന്ന രീതിയിലുള്ള മറുപടികളൊക്കെ തരും, അല്ലെങ്കിൽ ഞാൻ റെഫർ ചെയ്തിട്ട് കാര്യങ്ങൾ പറഞ്ഞുതരും. എനിക്ക് അറിയുന്നതാണെങ്കിൽ സ്പോണ്ടേനിയസ് ആയിട്ട് പറയും, അറിയാത്ത കാര്യങ്ങൾ നമ്മൾ നോക്കിയിട്ട് പറയും. അപ്പോൾ അത് പാർട്ട് 2 ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ കോൺസെപ്റ്റ് ഉണ്ട്, അതിനൊരു ലോജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ വേണം, അതിന് ലോജിക്കലായിട്ടുള്ള ഡാറ്റ വേണം. ദെൻ ഫിസിക്കൽ മോഡൽ, അതിന്റെ ഇംപ്ലിമെന്റേഷൻ. സോ നമ്മൾ ഈ GIS ഉപയോഗിച്ച് അല്ലെങ്കിൽ റിമോട്ട് സെൻസിങ് ഇമേജസ് എല്ലാം ഉപയോഗിച്ച് നമ്മൾ അതിന്റെ എന്താ പറയുന്ന ഫിസിക്കൽ ആയിട്ടുള്ള ഇംപ്ലിമെന്റേഷൻ ചാർട്ട് അല്ലെങ്കിൽ ഇംപ്ലിമെന്റേഷൻ പ്ലാൻ അല്ലെങ്കിൽ ബ്ലൂ പ്രിന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്ലാൻ അല്ലെങ്കിൽ അതിന്റെ ഒരു മോഡൽ. ഫൈൻ. അപ്പൊ ഞാൻ അതിന്റെ എക്സാമ്പിൾ ഒക്കെ പറഞ്ഞു, ഭൂമിയുടെ മോഡലൊക്കെ പറഞ്ഞു. ഓക്കെ പ്രിയ സുഹൃത്തുക്കളെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, അപ്പം എന്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും സ്വാഗതം പ്രതീക്ഷിക്കുന്നു. അപ്പൊ നമുക്ക് ഇതിന്റെ കണ്ടിന്യൂഷൻ പോവാം. അപ്പൊ ഒന്നുകൂടെ ഒന്ന് ഓരോ കാര്യങ്ങളൊന്ന് ഇതാക്കുന്നു, നിങ്ങളെ ഓർപ്പിക്കുന്നു. ഇങ്ങനെ കോൺസെപ്റ്റ്, റിയാലിറ്റി, കോൺസെപ്റ്റ്, ലീഗൽ, ലോജിക്കൽ, ദെൻ ഫിസിക്കൽ, ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞതാണ്. അപ്പൊ ഒന്നുകൂടെ ഒന്ന് ഓർപ്പിക്കുന്നു എന്ന് മാത്രം. അപ്പൊ ഇനിയിപ്പോ എന്താണ് DM സ്റ്റാൻഡ്സ് ഫോർ ഡാറ്റ മോഡൽ. സോ കോൺസെപ്ച്വൽ, that is conceptual data model. Conceptual data model. So that is connected with the concepts. Right? നിങ്ങൾ ഈ കോൺസെപ്റ്റ് ആൻഡ് ട്രെൻഡ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു ജിയോഗ്രഫിയുടെ തോട്ടിനെ കുറിച്ചൊരു പേപ്പർ പഠിക്കുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. സോ ദാറ്റ് കോൺസെപ്റ്റ്. റൈറ്റ്. സോ കോൺസെപ്റ്റ് എന്നുള്ളതിന് ഒരു ജനറൽ ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ ജനറലൈസ്ഡ് ഐഡിയ അബൌട്ട് ഫാക്ട്സ്. റൈറ്റ്. ഫാക്ട്സ് മീൻസ് യൂണിവേഴ്സൽ ട്രൂത്ത്. സൺ, എർത്ത്, മാസ്, right, land, water, that kinds of things, that is facts. So concept is our definition parayani, it is all about the generalized idea about facts. Okay, appo in conceptual model le parayanengil there are three concept, basic concept. Entities which are spatial entities, right? Points, polyline and polygon. Entities have independent conceptual or physical existence. Example, forest, road, മാനേജർ നമുക്ക് എന്ത് വേണമെങ്കിൽ പറയാം, പ്രോസസ് എന്ന് വേണമെങ്കിൽ പറയാം. Entities are characterized by attributes. Attribute table. എന്താണ് attribute? That is connected with the details. Example, forest has attributes of name, elevation, etc. അപ്പൊ എന്ത് വേണമെങ്കിലും ആവാം. എലിവേഷൻ ആവാം, നമ്പർ ഓഫ് ട്രീസ് ആയിക്കോട്ടെ, ഡിഫറെന്റ് അനിമൽസ് ഏത് കാറ്റഗറിയിൽ വരുന്നു, മറ്റേ നാഷണൽ പാർക്കാണോ, ബയോഡൈവേഴ്സിറ്റി പാർക്കാണോ, protected area ആണോ, buffer zone ആണോ, likewise. An entity interacts with another entity through relationships. Road allows across to forest interiors. This relationship may be named access. അപ്പോൾ 3 ബേസിക് കോൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ എൻറ്റിറ്റീസ് ഉണ്ട്. എക്സാമ്പിൾ ഫോറസ്റ്റ് ആണ്. അപ്പോൾ അതിന്റെ ആട്രിബ്യൂട്ട് ഡാറ്റ ഉണ്ട്. ആട്രിബ്യൂട്ട് എന്ന് പറയുമ്പോൾ നെയിം ഓഫ് ദി ഫോറസ്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതിന്റെ റിലേഷൻഷിപ്പ് പറയുകയാണെങ്കിൽ റോഡ്, റെയിൽവേസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, ആക്സസിബിലിറ്റി എന്നുള്ള പറയുന്നത്. ദെൻ കമ്പാരിസൺ വിത്ത് ഒബ്ജക്റ്റ് മോഡൽ ഓഫ് സ്പേഷ്യൽ ഇൻഫർമേഷൻ. കമ്പാരിസൺ വിത്ത് ഒബ്ജക്റ്റ് മോഡൽ ഓഫ് സ്പേഷ്യൽ ഇൻഫർമേഷൻ. റൈറ്റ്. Spatial information means geographical information. Entities are collection of attributes, are like objects. However, ER stands for entity relationship. അപ്പോൾ ഇതിന്റെ ലാസ്റ്റ് ഞാൻ ഈ നൊട്ടേഷൻ പറയുമ്പോൾ പറയും, ER models does not permit general user defined operations. Relationships are not directly supported in object model but may be simulated via operation. അപ്പം ഒബ്ജക്ട് ബേസ്ഡ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പർട്ടിക്കുലർ ഒബ്ജക്ട്, ഈ ഇപ്പൊ കോൺസെപ്റ്റ് നമ്മൾ എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവും, എന്തെങ്കിലും ഒരു ഒബ്ജക്ട് ഉണ്ടാവും,
എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്ന സംഭവം. അതിനൊരു പെർട്ടിക്കുലർ ആയിട്ട് ഒരു മോഡൽ ഉണ്ട്. ER മോഡൽ ഞാൻ ഇതിന്റെ ലാസ്റ്റ് പറയുന്നുണ്ട്, ഇതിന്റെ നൊട്ടേഷൻ എന്നുള്ള കാര്യം പറയുമ്പോൾ ഇതിന്റെ നൊട്ടേഷൻ പറയുന്നുണ്ട്. അപ്പൊ കോൺസെപ്ച്വൽ ഡാറ്റ മോഡൽ, അപ്പൊ ഇതിന്റെ ബേസിക് ആയിട്ടുള്ള സംഗതിയാണ് പറയുന്നത്. അപ്പൊ അതിന് എന്റിറ്റീസിന്റെ ആട്രിബ്യൂട്ട്സ് ഉണ്ട്, ആട്രിബ്യൂട്ട്സിന്റെ ആക്സസ്, അതിന്റെ റിലേഷൻഷിപ്പ് ഉണ്ട്, പിന്നെ അത് കമ്പാരിസൺ, അത് നിങ്ങൾ അത്ര സീരിയസ് ആയിട്ട് എടുക്കണ്ട. ഫൈൻ. അപ്പോൾ ഇതിന്റെ റിലേഷൻഷിപ്പ് ടൈപ്പ് ലാസ്റ്റ് കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാണ് എന്താണ് ഇതിന്റെ റിലേഷൻഷിപ്പ് ടൈപ്പ് വരുന്നത്. അപ്പൊ ഇതാണ് നമ്മൾ ഒരു ലോജിക്കലായിട്ട് ഫിസിക്കൽ മോഡലായിട്ട് മാറ്റാൻ പോകുന്നത്. സോ റിലേഷൻഷിപ്പ് ക്യാൻ ബി കാറ്റഗറൈസ്ഡ് ബൈ കാർഡിനാലിറ്റി കോൺസ്ട്രെയിൻസ്. കാർഡിനാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് ദി കോർ പോയിന്റ്. ഫൈൻ. കാർഡിനൽ എന്ന് പറഞ്ഞാൽ കാർഡിയാക്, ഇറ്റ്സ് സംതിങ് ലൈക്ക് ഹാർട്ട് ഓഫ് ദി എർത്ത്. ഫൈൻ. അങ്ങനെയുള്ള ഒരു കാർഡിനാലിറ്റി എന്ന് പറഞ്ഞാൽ കാർഡിനൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ കാർഡിനൽ ഡയറക്ഷൻ എന്ന് പറയും, പ്രധാനപ്പെട്ട എന്നാണ് അർത്ഥം വരുന്നത്. സോ കാർഡിനാലിറ്റി കോൺസ്ട്രെയിൻസ്, അതർ പ്രോപ്പർട്ടീസ്, എക്സാമ്പിൾ നമ്പർ ഓഫ് പാർട്ടിസിപ്പേറ്റിംഗ് എൻറ്റിറ്റീസ്, ബൈനറി റിലേഷൻഷിപ്പ്, 2 entities പാർട്ടിസിപ്പേറ്റ്. അതായത് ഇതെല്ലാം മാത്തമാറ്റിക്കൽ ആയിട്ടും സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിനെക്കുറിച്ച് എനിക്ക് തന്നെ അത്ര ഞാൻ ഐ ആം നോട്ട് ദാറ്റ് മച്ച് കോമ്പീറ്റന്റ് to explain these things, but the thing is relationship between human and environment, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. Types of cardinality constraints for binary relationship. 1 an instance of an entity relates to unique instance of other entity. Many instance to an entity relate to an instance of other. Many അപ്പോൾ 1 to 1, many to 1, 1 to many instances of an entity relate to multiple instance of another. അതായത് ഇപ്പൊ ഇത് നമ്മൾ ഫോറസ്റ്റിന്റെ എക്സാമ്പിൾ എടുക്കാം. അതിൽ ആ ഫോറസ്റ്റ് ഏരിയ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഇൻഫ്ലുവൻസ്, അത് സിംഗിൾ ഇൻഫ്ലുവൻസ് ഉണ്ട്, കുറച്ച് ബൈനറി ആയിട്ടുള്ളതുണ്ട്, കുറച്ച് ഇതുള്ളതുണ്ട്. അതല്ലാതെ ഹ്യൂജ് ആയിട്ടുള്ള മാറ്റം വരുന്ന ആ ഒരു എക്സാമ്പിളിൽ നമുക്ക് പറയാൻ പറ്റും. ഉദാഹരണത്തിന് ഈ ഇപ്പൊ നമ്മൾ ആതിരപ്പള്ളി പ്രൊജക്ട് ഒക്കെ ഏതാണ്ട് ഈ ഒരു കോൺസെപ്റ്റ് ബേസ്ഡ് ആണ്. റൈറ്റ്. ഇത് എക്സർസൈസ് നിങ്ങൾക്കുള്ളതല്ല, ജസ്റ്റ് ലീവ് ഇറ്റ്. റൈറ്റ്. ഫോറസ്റ്റ്, ഈച്ച് ഫെസിലിറ്റി ബിലോങ് ടു 1 ഫോറസ്റ്റ്. എക്സർസൈസ് നമുക്കൊന്ന് വായിച്ചു നോക്കിയത്. എക്സർസൈസ് മെനി ഫെസിലിറ്റി ബിലോങ് ടു എ ഫോറസ്റ്റ്, ഈച്ച് ഫെസിലിറ്റി ബിലോങ് ടു 1 ഫോറസ്റ്റ്. എ മാനേജർ മാനേജസ് 1 ഫോറസ്റ്റ്, ഈച്ച് ഫോറസ്റ്റ് ഹാസ് 1 മാനേജർ. എ റിവർ സപ്ലൈസ് ടു മെനി ഫെസിലിറ്റീസ്, എ ഫെസിലിറ്റി ഗെറ്റ്സ് വാട്ടർ ഫ്രം മെനി റിവേഴ്സ്. നമുക്ക് ഈ ആതിരപ്പള്ളി ആ ഫോറസ്റ്റ് ഏരിയ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. അപ്പൊ ഈ കോൺസെപ്ച്വൽ മോഡലിന്റെ ഈ പാർട്ട് നിങ്ങൾ അത്ര സീരിയസ് ആയിട്ട് എടുക്കേണ്ട. റിലേഷൻഷിപ്പ് ടൈപ്പ് എന്ന് പറയുന്നത് കോൺസെപ്ച്വൽ മോഡലിന്റെ ബേസിക് ഐഡിയ, എൻറ്റിറ്റി ഉണ്ട്, there is an attribute and there is a relationship, right? That means accessibility, a comparison, right? Then നമുക്ക് രണ്ടാമത്തെ ടൈപ്പിലേക്ക് പോവാം, ലോജിക്കൽ എന്ന് പറയുമ്പോൾ അതിന്റെ ഡാറ്റയുടെ കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. അപ്പോൾ റിലേഷണൽ മോഡൽ ഈസ് ബേസ്ഡ് ഓൺ എ സെറ്റ് ഓഫ് തിയറി. So main concepts എന്തൊക്കെയാണ്? ഡൊമൈൻ, a set of values for a simple attribute. Relation, cross product of a set of domains. Represents a table, a homogeneous collection of rows, tuples, and a set of columns. Attributes are sum of each row. Comparison of concepts in conceptual data model. Relations are similar to but not identical to entities. Domains are similar to attributes. Translation rules establishing exact correspondence are discussed. അതായത് ഇതിലൊരു കാര്യം ശ്രദ്ധിക്കുക. അപ്പൊ ഈ ലോജിക്കൽ മോഡൽ എന്ന് പറയുമ്പോൾ കോൺസെപ്റ്റ്, നമ്മളൊരു കോൺസെപ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്തു. എനിക്ക് ആ ഫോറസ്റ്റിന്റെ എക്സാമ്പിളിലൊക്കെ ഒരു അർബൻ അങ്ങനെ ഒരു എക്സാമ്പിൾ പറയുന്നതാണ് നല്ലത്. എനിക്കൊരു സൗകര്യം, അപ്പോൾ നമ്മൾ ഒരു അർബൻ ഏരിയ, പുതിയൊരു അർബൻ ഒരു സിറ്റി, ഇപ്പൊ നമ്മള് എന്താ പറയാ, നമ്മുടെ ഹൈദരാബാദിലെ ഇപ്പൊ ഈ തെലുങ്കാന വിഭജിക്കപ്പെട്ടപ്പോ, ആന്ധ്രാപ്രദേശ് വിഭജിക്കപ്പെട്ടപ്പോ അവിടെ ഒരു ക്യാപിറ്റൽ സിറ്റി പണിയുന്ന ഒരു പ്രോജക്റ്റ് ഉണ്ട്. എന്താ അതിന്റെ പേര് പെട്ടെന്ന് ഓർത്തിട്ട് കിട്ടുന്നില്ല. അപ്പം ആ സിറ്റി പ്ലാൻ ചെയ്യുന്നത്, സിറ്റിക്ക് വേണ്ടി ലാൻഡ് പൂൾ ചെയ്യുന്നത്, അങ്ങനത്തെ പ്രോസസ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു ഒരു കുറച്ച് കാലം മുമ്പ് വരെ. ഇപ്പൊ അതിന്റെ പ്രോസസ് എന്തായി, അതിന്റെ പ്രോഗ്രസ് എന്തായെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. ഞാനിങ്ങനെ അതിന്റെ ചില ഡീറ്റെയിൽസ് കണ്ടിരുന്നു. അപ്പൊ ഇത് അതിൽ കോൺസെപ്റ്റ്, അപ്പൊ നമ്മളൊരു സിറ്റി ബിൽഡ് ചെയ്യാൻ വേണ്ടി കോൺസെപ്റ്റ്, അപ്പൊ നമുക്ക് ഈ ഡയഗ്രാമിലേക്ക് പോവാം. റിയാലിറ്റി എന്ന് പറയുന്നത് ഇവിടെ സിറ്റി ഇല്ല, സിറ്റി പണിയാൻ വേണ്ടിയിട്ടുള്ള കോൺസെപ്റ്റ്.
ലോജിക്കൽ ആയിട്ടുള്ള സംഭവം. സോ അതിനെന്ത് വേണം? അതിനെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഫ്യൂച്ചർ ഡെവലപ്മെന്റ് ഇതൊരു നമ്മളൊരു സിറ്റി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു 50 വർഷം മുന്നിൽ കണ്ടിട്ടുള്ള പ്ലാൻ ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു 70 വർഷത്തെ മുന്നിൽ കണ്ടിട്ടുള്ള അവിടെ ആളുകൾ കൂടുന്നത്, അവിടുത്തെ ഡെൻസിറ്റി. അപ്പൊ അതിന് എന്ത് വേണം? ലോജിക്കൽ ആയിട്ടുള്ള ഡാറ്റ വേണം. ദാറ്റ് ഈസ് വൈ that attribute, that is why the attribute means attribute data. ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന രേഖകൾ വേണം, എൻറ്റിറ്റീസ് വേണം, അവിടുത്തെ ഡീറ്റെയിൽസ്, അവിടുത്തെ ബേസ് മാപ്പിലെ എൻറ്റിറ്റീസ് വേണം. അതാണ് കോൺസെപ്റ്റ്. ലോജിക്കൽ ആയിട്ടുള്ള ഡാറ്റ വേണം. വാട്ട് ഇറ്റ് ഈസ് ദാറ്റ് ആട്രിബ്യൂട്ട് ടേബിൾ. അപ്പൊ അത് അവിടുത്തെ ജനങ്ങളുടെ ഡീറ്റെയിൽസ് ആയിക്കോട്ടെ, അവിടുത്തെ ഡെൻസിറ്റിയുടെ ഡീറ്റെയിൽസ് ആയിക്കോട്ടെ, അവിടുത്തെ ലാൻഡിന്റെ ഡീറ്റെയിൽസ് ആയിക്കോട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങൾ. സോ ലോജിക്കൽ മോഡൽ, അതിന്റെ റിലേഷൻഷിപ്പ് സ്കീമ എന്ന് പറഞ്ഞാൽ scheme means relation, enumerates columns, identifies primary key and foreign keys. അത് ഞാൻ ഈ RDBMS ഇതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. അത് നിങ്ങൾ ഇത് ഈ റിലേഷന്റെ കാര്യം അത്ര സീരിയസ് ആയിട്ട് എടുക്കണ്ട. ലോജിക്കൽ ഡാറ്റ മോഡൽ. സോ ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ടു പ്രിപ്പയർ എ ഫിസിക്കൽ ഡാറ്റ, സപ്പോർട്ടിംഗ് ഡാറ്റ ഫോർ എ ഫിസിക്കൽ മോഡൽ. ഫൈൻ. അപ്പൊ അതിൽ ആട്രിബ്യൂട്ട് ഡാറ്റ ഉണ്ട്, അതിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള ഡാറ്റ ഉണ്ട്. ഫൈൻ. നമുക്ക് ഇനി ഫിസിക്കൽ ഡാറ്റ മോഡൽ, നമുക്ക് അതിന്റെ ഇതിലേക്ക് ഒന്ന് പോവാം. അപ്പൊ അതിന്റെ ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ ഫിസിക്കൽ ഡാറ്റ മോഡൽ ഫോർ എ ഡാറ്റാബേസ് ഡിസൈൻ ഈസ് എ റെപ്രസെന്റേഷൻ ഓഫ് ഡാറ്റ ഡിസൈൻ ആസ് ഇംപ്ലിമെന്റഡ് ഓർ intended to implemented in a database management system. Physical data models for each implementation would differ significantly, not least due to underlying operating system requirements that may sit underneath them. അതിന്റെ നമുക്കൊരു ഡെഫിനിഷൻ ആയിട്ട് പറയാം. ഫിസിക്കൽ ഡാറ്റാബേസ് സ്ട്രക്ചർ, ഫിസിക്കൽ മോഡൽ. അതായത് നമ്മൾ ഇംപ്ലിമെന്റേഷന്റെ ഒരു നഗരത്തിന്റെ ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കി, ലോജിക്കൽ ആയിട്ടുള്ള ഡാറ്റ വെച്ചിട്ട് ലോജിക്കൽ ആയിട്ട് ഉണ്ടാക്കി, then അതിന്റെ ഇംപ്ലിമെന്റേഷൻ ലെവലാണ് പറയുന്നത്. സോ ദി ഫിസിക്കൽ ഡിസൈൻ ഓഫ് ദി ഡാറ്റാബേസ് സ്പെസിഫൈസ് ദി ഫിസിക്കൽ കോൺഫിഗറേഷൻ ഓഫ് ദി database on the storage media. This includes detailed specification of data elements, data type, indexing option, and other parameters residing in the DBMS data dictionary. It is the detailed design of a system that includes models and the database hardware and software specification for the system. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു മോഡൽ, അതായത് ഒരു നഗരത്തിന്റെ മോഡൽ, അതിന്റെ ഫിസിക്കൽ ആയിട്ടുള്ള മോഡൽ എന്ന് വെച്ചാൽ നമ്മളൊരു 3D പ്രിന്റഡ് മോഡൽ കൊടുക്കാൻ പറ്റും. അതിന്റെ എന്താ പറയാ, അതിന്റെ ഫുൾ ഡിസൈൻ. അപ്പൊ അതിന്റെ വീഡിയോ ഉണ്ടാവും, അതിന്റെ മാപ്സ് ഉണ്ടാവും, അതിന്റെ ചാർട്ട്സ് ഉണ്ടാവും, അതിന്റെ ഡയഗ്രാംസ് ഉണ്ടാവും, അതിന്റെ ബേസ് മാപ്പ് ഉണ്ടാവും, എന്തെല്ലാം ഡീറ്റെയിൽസ്. ആ ഒരു സെറ്റപ്പിന് അതിനെയാണ് ഈ ഫിസിക്കൽ സെറ്റപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഒരു ഡയഗ്രാമായിട്ട് ഇത് വേണമെങ്കിൽ പറയാം. ഇതൊരു കാര്യം പറയട്ടെ, ഞാൻ ഒരു നഗരത്തിന്റെ കാര്യമാണ് പറയുന്നത്. അപ്പൊ ഇതൊരു സ്റ്റൈല്, ഫിസിക്കൽ സ്കീം. അപ്പൊ അതിന് എന്തൊക്കെ വേണം? DDL, ERD, നൊട്ടേഷൻ ആണ് ഞാനിപ്പോ പറഞ്ഞത്. നമ്മൾ നൊട്ടേഷൻ അത് നമ്മൾ അടുത്തതിലേക്കാണ് പോകുന്നത്. ഒരു ഫിസിക്കൽ ഇംപ്ലിമെന്റേഷന്റെ മോഡൽ ഇങ്ങനെ വരും. ദെൻ നമുക്ക് കോൺസെപ്റ്റ് ലോജിക്കൽ, ദെൻ എന്താണ് ഫിസിക്കൽ മോഡൽ, ദെൻ ഡാറ്റ മോഡലിംഗ്, നൊട്ടേഷൻസ്. അപ്പം ഇത് ആദ്യം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തോട്ടെ. നൊട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളിൽ ഈ മ്യൂസിക് ഇഷ്ടപ്പെടുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ. അപ്പൊ ഇങ്ങനെ ഈ മ്യൂസിക്കിന്റെ സിമ്പൽ, ഇപ്പൊ പഴയ ബാലരമനെ എടുത്താൽ പോലും മ്യൂസിക്കിന്റെ സിമ്പൽ, ഇപ്പൊ നമുക്ക് ചിത്രകഥയിൽ മ്യൂസിക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിലിങ്ങനെ ഒരു സിമ്പൽ ഇട്ട് കാണിക്കും, ഇങ്ങനെ ഒരു ചില സംഭവങ്ങൾ. മ്യൂസിക് ഇഷ്ടപ്പെടുന്ന ഗിറ്റാർ വായിക്കുന്നവർ അവരൊരു നൊട്ടേഷൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും, ഇങ്ങനെ കുറച്ച് ലൈൻസിൽ. ഫൈൻ. സോ സിമിലർലി ഈ മോഡൽസിന് ഒരു നൊട്ടേഷൻ ഉണ്ട്. ദർ ഇസ് എ സെപ്പറേറ്റ് ലാംഗ്വേജ്. That is the word meaning by notation. Notation means something a particular language. ഈ ഫിസിക്കൽ മോഡൽ എങ്ങനെ, അത് ജസ്റ്റ് ഒരു നമ്മൾ എഴുതുന്ന ഇംഗ്ലീഷോ മലയാളം അങ്ങനെ ഒരു ഭാഷ വെച്ച് മാത്രമല്ല ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതെന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വെരി സിമ്പിൾ. ഇറ്റ് ഈസ് ദി സിമ്പിൾ ജിയോമെട്രിക്കൽ ഷേപ്സ്. അതല്ലാതെ ചില കുറച്ചുകൂടെ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉണ്ട്. നമ്മൾ അത്ര ഡീറ്റെയിൽ ആയിട്ട് പോകണ്ട. നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ദിസ് കൈൻഡ്സ് ഓഫ് symbols, entity, relationship and attribute. Physical entities, relationship and attribute. അതായത് entity അതിന്റെ attribute ഉണ്ടാവും, അതിന്റെ relationship ഉണ്ടാവും. അത് ജിയോമെട്രിക്കൽ ഷേപ്പിലാണ് പോകുന്നത്. ഇത് എന്താ ഉദ്ദേശിക്കുന്നത്? ഇത് പഴയ ഒരു അൽഗോരിതം സെറ്റപ്പ് ആണ്. നമ്മൾ ഇത് ഇങ്ങനെ എന്താ പറയാ, ഇത് അത്ര സീരിയസ് ആയിട്ട് നോക്കേണ്ട കാര്യമില്ല.
ഇതെന്താണ് ഉദ്ദേശിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ലാംഗ്വേജ്. ഫൈൻ. സോ entity relationship, it is known as entity relationship diagram. Notation bit is something a language that to express the model, to communicate the model. Fine. അപ്പോൾ അത് ഈ entity ER diagram, it is known as ER diagram, entity relationship and attribute. അപ്പം ഇതില് rectangles represent entity sets, diamonds represent relationship sets, lines link attributes to and entity sets and entity sets to relationship sets. Ellipse represents attributes. Double ellipse represents multi-valued attributes. Dashed ellipse denotes derived attributes. Underline indicates primary key attributes. ഇത് ഈ എന്താ പറയാ, പഴയ ഞങ്ങൾ പഠിക്കുന്ന സമയത്ത്, ഇപ്പൊ നിങ്ങളൊക്കെ 10ാം ക്ലാസ്സിൽ കമ്പ്യൂട്ടർ നിങ്ങൾക്ക് ഒരു പേപ്പറാണ്. ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഈ കമ്പ്യൂട്ടർ പേപ്പർ ഇല്ല. അപ്പൊ മാത്തമാറ്റിക്സിൽ ഇങ്ങനെ ഒരു സംഭവം അൽഗോരിതം അങ്ങനെ എന്തോ ആണ് ഇത് പറഞ്ഞത്, എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. ഇത് ഈ ഒരു ഇൻഡെക്സ് വെച്ചിട്ട് നമുക്ക് ഇത് വായിക്കാൻ പറ്റും. ഇത് നിങ്ങൾ തന്നെ ഒന്ന് നോക്കുക. ഫൈൻ. ഇത് ഒരു വേറൊരു എക്സാമ്പിൾ ആണ്. ഫോറസ്റ്റിന്റെയോ അർബൻ ഏരിയയുടെയോ എക്സാമ്പിൾ അല്ല. എന്താണ് റെക്ടാങ്കിൾ, എന്താണ് ലൈൻസ്, എന്താണ് ഈ മറ്റേ ഇങ്ങനെ ത്രികോണം, മറ്റേ എന്താ പറയാ കോൺ, ദെൻ റൗണ്ട് എലിപ്സ് എന്താണ്, ലൈൻ എന്താണ്, അതിന്റെ കണക്ഷൻ എന്താണ് കാണിക്കുന്ന ഒരു ഡയഗ്രമാണ്. നിങ്ങൾ ഇത് നോക്കുക. ഇതൊരു എക്സസൈസ് ആയിട്ട് ഒന്ന് നോക്കുക. നിങ്ങൾ നോക്കിയിട്ട് ഇത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ നോക്കുക. അപ്പൊ entity relationship model എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് നൊട്ടേഷൻ, ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ദി ഇംപ്ലിമെന്റേഷൻ. Right? So the result is a diagram of all entities, their attributes and the relationship between entities. See, ഇതിലൊരു വേറൊരു കാര്യം പറയട്ടെ. നമ്മൾ ഇങ്ങനെ ഒരു ഡയഗ്രത്തെ കൂടുതൽ what we will give a 3D model and maps, right? And diagrams, charts, not this kinds of shapes. നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവും, പക്ഷെ ഇത് വളരെ കുറവാണ്. പക്ഷെ ഈ നൊട്ടേഷൻസ് നിങ്ങളുടെ സിലബസിൽ ഉള്ളതുകൊണ്ടാണ് ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ആക്ച്വലി നമ്മുടെ നൊട്ടേഷൻ എന്ന് പറയുന്നത് മാപ്സ് ആണ്, മാപ്സ് ആൻഡ് 3D മോഡൽസ്. ഫൈൻ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുക. അപ്പോൾ സമ്മറി, സ്പേഷ്യൽ ഇൻഫർമേഷൻ മോഡലിംഗ് ക്യാൻ ബി ക്ലാസസ് ഇൻടു ഫീൽഡ് ബേസ്ഡ് ആൻഡ് ഒബ്ജക്ട് ബേസ്ഡ്. Field based or modeling smoothly varying entities like rainfall. Object based for modeling discrete entities like country. A data model is high level description of the data. It can be early analysis of storage cost, data quality. There are two popular models for this association: field based and object based. Databases are designed in 3 steps: conceptual, logical and physical. Pictograms can simply conceptual data models. Pictograms ആണ് ഈ കണ്ടത്, ഏത് ഈ കാണുന്ന സംഭവം. ഫൈൻ. റിലേഷൻഷിപ്പ്, ആട്രിബ്യൂട്ട്, എക്സെട്ര. സോ ക്ലാസ്സുകൾ മനസ്സിലാവുന്നുണ്ട് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അറിയില്ല. അപ്പോൾ നിങ്ങൾ കൂടുതൽ 1-2 പ്രാവശ്യം കാണുക. നോട്ട്സ് ഞാൻ വൈകാതെ തരാം. അപ്പം ഈ ക്ലാസ്സും കാണുക, കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക്സ് എ ലോട്ട്.